കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ രണ്ടുപേരും കൺഫ്യൂസ്ഡ് ആയിരുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു ഗ്രോസറി ഷോപ്പിംഗ്. കാരണം അതിനു മുമ്പ് ഗ്രോസറി ഒന്നും വാങ്ങിച്ചിട്ടുമില്ല, എന്നിട്ട് അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ട് കൂടിയില്ല. ഇവിടെ ആദ്യമൊക്കെ വന്നപ്പോൾ പ്രോസസ്ഡ് ഫുഡൊക്കെയാണ് കേട്ടോ ആദ്യം വാങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ അതൊന്നും എനിക്കങ്ങ് സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. എനിക്ക് എപ്പോഴും അത് കഴിച്ചാലും എൻ്റെ വയർ അപ്സെറ്റ് ആവും. കാരണം എനിക്ക് നാട്ടിൽ ഡെയിലി വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് കഴിച്ചേ ശീലമുള്ളൂ. അതിനിടയ്ക്ക് ഞാൻ കൈ കൊണ്ട് ആക്ഷൻ കാണിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് എന്തോ കാര്യം ഇറിറ്റേഡ് ആയപ്പോൾ ആ എക്സ്പ്രഷൻ്റെ മുഖത്ത് വരാതിരിക്കാൻ വേണ്ടി എന്നെ തന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. അതൊക്കെ പോട്ടെ, നമ്മളിവിടെ പറഞ്ഞു നിർത്തി ഗ്രോസറി ഷോപ്പിംഗ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാൻ ചെയ്തൊരു കാര്യമാണ് മീൽ പ്രെപ്പ്. അതാകുമ്പോഴത്തേക്ക് നമുക്ക് എന്തൊക്കെയാണ് വാങ്ങേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനില്ല. ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങി പാഴാക്കി കളയത്തുമില്ല. അവിടെ നിന്ന് പിന്നെ ബില്ലൊക്കെ അടിച്ച് നേരെ പോയത് ഇന്ത്യൻ സ്റ്റോറിലോട്ടാണ്. അത് കഴിഞ്ഞ് ഏത് പെറോട്ട എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. പക്ഷേ നമ്മൾ പെറോട്ട അങ്ങനെ എന്നും വാങ്ങാറില്ല, വല്ലപ്പോഴേക്കേ വാങ്ങാറുള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് മുളക് പൊടി, തേങ്ങ, പെപ്പർ, അരിപ്പൊടിയൊക്കെ വാങ്ങണമെന്ന് വെച്ചപ്പോൾ ഒരെണ്ണം പൊട്ടിയിരിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ അത് മാറ്റിയിട്ട് വേറൊരു അരിപ്പൊടി ചൂസ് ചെയ്തെടുത്തു. അവിടെ നിന്ന് ശേഷം പിന്നെ സ്നാക്സ് സെക്ഷനിലോട്ടാണ് പോയത്. അധികമൊന്നും വാങ്ങത്തില്ലെങ്കിൽ എനിക്ക് അവിടുത്തെ സ്വീറ്റ് ചിപ്സ് ഭയങ്കര ഇഷ്ടമാണ്. അതിന് പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞ് തളർന്നു ഒരു സമോസയൊക്കെ കഴിച്ചു പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോയി.